എടാ പരികുട്ടിയെ ഇത് പാർട്ടിയുടെ ഭാഗയിൽ എങ്ങാണ്ട് ഒരു 3 സെന്റ് സ്ഥലം അവിടെ എവിടെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. ആ 3 സെന്റ് വിറ്റിട്ടാണ് ഇപ്പൊ ഈ പരിപാടിക്ക് ഇറങ്ങിയിട്ടുള്ളത്. ആയിക്കോട്ടെ എന്റെ വാസുട്ടി, ചിലപ്പോ രക്ഷപ്പെട്ടെങ്കിലോ നല്ല ശമ്പളമൊക്കെ ഉണ്ടെന്നല്ലേ പറഞ്ഞത്. ശമ്പളമൊക്കെ ഉണ്ട് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ ഇത് ഉണ്ടോ ഇല്ലയോ എനിക്ക് എന്തോ മൊത്തത്തിലൊരു ഇത് കിട്ടുന്നില്ല. ഇപ്പൊ ഈ മലേഷ്യൻ കമ്പനി അതുപോലെ ഇറ്റാലിയൻ ഫർണിച്ചർ ഇതൊക്കെ ഉണ്ടോ ഇല്ലയോ എന്ന് ആർക്കറിയാം. ആകെ തട്ടിപ്പ് നടക്കുന്ന കാലമല്ലേ. ശരിയാണ്. അല്ലടാ ജോസുട്ടി, ഇജ്ജ് ഇതിന്റെ ഈ മലേഷ്യയിലെ കാര്യങ്ങളൊന്നും അന്വേഷിക്കാൻ പറഞ്ഞിട്ട് എന്തായി? ഞാനത് അന്വേഷിച്ച് എന്റെ ഇളയപ്പന്റെ മോനുണ്ടല്ലോ ജോമോൻ, അപ്പൊ ഈ വാസൂട്ടി എന്ന അഡ്രസ് ഞാൻ അവന് അയച്ചു കൊടുത്ത്. അപ്പൊ അവൻ നെറ്റിൽ എന്തോ നോക്കിയപ്പോ ഈ കമ്പനി ജെന്യൂനാണ്. ഇറ്റാലിയൻ ഫർണിച്ചർ ഒക്കെ ഇമ്പോർട്ട് ചെയ്യണ കമ്പനിയൊക്കെയാണ്. ശരി, അപ്പൊ തള്ളല്ല. ഇല്ല നോണല്ല. പിന്നെ ഈ മാസം എന്തോ 10-30 പേരെ അവിടെ റിക്രൂട്ട് ചെയ്യണ്ടെന്നും അങ്ങനെയാണ് എന്റെ ശുക്ര ഉദിച്ചിന്റെ വാസുട്ടി. എന്റെ ശുക്ര എന്തോ എങ്ങാനും പോയി നേരെ കഴിഞ്ഞാ പിന്നെ ആ പെണ്ണിന്റെ കണ്ണീര് പിന്നെന്താ വായോ വായോ. ഇല്ല, ഞങ്ങൾ നിങ്ങളുടെ ഓരോ കാര്യം പറഞ്ഞോണ്ടിരിക്കുക. എന്താ നാളല്ലേ പോണേ? നാളെ കാലയില് 9:30 മണി തന്നെ சொன்னீங்களே. 9:30 മണിക്ക് ഫ്ലൈറ്റ്. നേരത്തെ പോണം. ടൈം എവ്വളാച്ച്? എന്റെ വാച്ചില്ലല്ലോ. ഇപ്പൊ ഒരു 12:30 ആയി. 12:30? കറക്റ്റാണ്. 12 ടൈം ഇല്ലേ? சொன்னல 12:10 தாச்சு. அந்த வாட்ச்ல மாத்துறதுக்கு டைம் ஆச்சு. മാറ്റണത് நீ மாத்த வேணாம், இது வச்சுக்கோ. ഞാൻ മകൻ ഇരിക്കട്ടോ. എനിക്കാ? ആമാ. ഇറക്കില്ലല്ലോ. ഇത് പരിപാടി എനിക്കുണ്ടോ? ശരി, അപ്പൊ വാസുട്ടിക്കല്ലേ ഇരിക്കുന്നേ ഒരു ഗോൾഡ് വാച്ച് തന്നെ മല്ലികിட்ட കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ ചങ്ങാതിയാ 3 സെന്റ് വിറ്റിട്ടുള്ള എന്റെ മുകളിലാണ് ആർഭാടം. അളി എന്നെ சொன்ன? ഇല്ല, അപ്പൊ 3 സെന്റ് വരുമ്പോ നമുക്ക് 10-30 സെന്റ് ഒക്കെ വേണമെങ്കിൽ എടുക്കാലോ പറയേ. എന്തായാലും അളിയ മലേഷ്യ പോണിട്ട് നമുക്ക് ഗിഫ്റ്റ് അളിയാ, അത് പാർട്ടി വക ഇരുന്ന சொத்து. அதெல்லாம் நமக்கு கட்டுப்படி வராது. அது கொடுக்க வேண்டியது நமக்கு தேவையானது எல்லாம் செய்ய வேண்டியது. நம்ம உழைச்சு சம்பாதிச்சாதான் அது நம்ம முதல்ல. இனிப்ப நான் மலேசியா போய் 2 வருஷம் கழிச்சு வந்து வச்சுங்க, என்ன பிரச்சனை? இந்த பரிம்பாயிட இந்த வீடு 30 സെന്റ് സ്ഥലം நான் வாங்கி தருமில்ல. അതിന് തിരി പൊളിക്കും. பரிம்பாய் ஏதோ சொன்னானா? അല്ല ഞാൻ പറഞ്ഞ ആദ്യേ വാസുട്ടിയുടെ ജപ്തിയായിട്ടുള്ള വീടുണ്ടല്ലോ, ആ വീടും പറമ്പൊന്നും ആദ്യം തിരിച്ചെടുക്കാം, പിന്നെ നമ്മുടെ ഒക്കെ വാങ്ങാതെ. அது நம்ம வீடு தானே, அது எடுக்காம எங்க போகுது? முதல்ல அந்த வீடு மாமிக்கு கொடுத்துருவேன், அப்புறம் இந்த வீடும் வளப்பும் வாங்கி நான் அழியனுக்கு கொடுத்துருவேன். எல்லாம் கடை புண்ணியத்துல நடக்கட்டும். அதே நான் மாட்டுக்கறி வாங்கி கொடுத்துருக்குது, அது ரோஸ் பண்ண சொல்லி இருக்குது. വിളിക്കണം. കണ്ടിപ്പാ കണ്ടിപ്പാ. ഈ അളിയന്റെ മട്ടുമാതിരിയെ കണ്ടിട്ടേ എന്തെങ്കിലുമൊക്കെ മേടിച്ച് കൂട്ടുന്നു. അല്ല, ആളിത്തിരി ഉഷാറിലാണ് കേട്ടോ സംഗതി. പിന്നെന്താ ഒക്കെ നടക്കുന്നേ. വാസുട്ടിയേ, എന്താ പരിപാടി? എന്ത് പരിപാടി? എന്തായി ദൊരയുടെ യാത്രയൊക്കെ? ദൊരയുടെ എന്താ രാവിലെ? എന്താ 9:30 പറഞ്ഞു? 9:55, 10 മണിയാവും. ഇജ് ഉണ്ടോ? ഞാൻ എന്തിനാ പോണ്? അവര് പോയിക്കോളുന്നു. എന്താ സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ കൊണ്ടുപോകാൻ? സാധനം ഇപ്പൊ മല്ലികയും മറ്റേ സുമയൊക്കെ പാടെ കൂടി എന്തൊക്കെയോ കെട്ടിപ്പൊതിഞ്ഞ് വെക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു എന്തിനാണ് ഈ സാധനങ്ങളൊക്കെ ആവശ്യമുള്ള കൊണ്ടുപോയപ്പോ. അല്ല, ഇപ്പൊ ഇവിടുന്ന് ഇപ്പൊ ആദ്യമായിട്ട് ഒരാൾ പോവല്ലേ, സന്തോഷം തന്നെയാണ്. ഒക്കെ നന്നായത്. ഞാൻ ഇപ്പൊ ഒന്ന് യാത്ര ഇന്നിപ്പോ കുറച്ചു നേരം സംസാരിക്കാന്ന് വെച്ചാൽ ആളില്ലേ എവിടെ? ഇതാ പുറത്തേക്ക് പോയി എന്തൊക്കെ സാധനം വാങ്ങിക്കണം പറഞ്ഞിട്ടേ. അതെ, ഇത് വാങ്ങിക്കാനാണോ എന്തോ എന്തിലാവട്ടെ. വിളിച്ചിട്ട് കിട്ടുന്നില്ലാന്ന് ഒന്നുകൂടെ വിളിച്ചോക്ക്. ഇല്ല ഏട്ടാ, കുറെ തവണ വിളിച്ചിട്ട് അത് സ്വിച്ച് ഓഫ് ആയി കിടക്കുവാ. ചാർജ് എന്തെങ്കിലും പോയതാവും ഫോണിന്റെ. അതെ, ഇപ്പൊ വരണ്ടേ നേരെ എപ്പോഴാ പോയത്? പോയിട്ട് പുള്ളി 8 മണിക്കൊക്കെ വരാന്ന് പറഞ്ഞതാ. ഇതുവരെ വന്നതുമില്ല, ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. എനിക്ക് ആകെ ടെൻഷൻ ആവുന്നു. എന്നാ പിന്നെ മറ്റാ കക്ഷിയില്ലേ നിങ്ങളുടെ ഡ്രൈവർ, അവനെ വിളിച്ചു നോക്ക്. നമ്പറില്ലേ? ഇല്ല, ഉണ്ട്. ഞാൻ വിളിച്ച്. അപ്പൊ 7 മണിക്ക് പാസ്പോർട്ടും വിസയും എടുത്തോണ്ട് റൂമിൽ നിന്ന് ഇറങ്ങിയെന്നാ പറഞ്ഞത്. അവിടെ ഇറങ്ങിയോ? പിന്നെ ഇപ്പൊ ഇവിടെ പോയി ഇവിടെ വല്ല ആൾക്കാരുടെ അടുത്ത് യാത്ര പറയാൻ വല്ലതും ഉണ്ടോ വേറെ? ഇവിടെ ആരാണ് അങ്ങനെ യാത്ര പറയേണ്ട ആള്? പിന്നെ ഇപ്പൊ എവിടെ പോണ്? എന്തെങ്കിലും? ഇല്ല, എനിക്ക് മനസ്സിന് എന്തോ ഒരു വിഷമം പോലെ. എന്ത് വിഷമം? ഏട്ടൻ എവിടെയെങ്കിലും ഒന്ന് ചെന്ന് അന്വേഷിക്കൂ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഞാൻ എവിടെ പോയിട്ട് അന്വേഷിക്കാനാണ്? ഇവൻ എവിടേക്കാ പോയെന്ന് എനിക്കറിയോ? ഏട്ടൻ എവിടെയെങ്കിലും ഒന്ന് പോയി നോക്കേട്ടാ. അല്ല, എന്നാ വേണമെങ്കിൽ ഒന്ന് പോയി നോക്കണോ? ചെങ്ങായി ഇത് എവിടേക്കാന്ന് വിചാരിച്ചിട്ട് പോയതാ? എന്നെ അടുത്തേക്കാ പോയതെന്ന് പറയണ്ടേ? അല്ല, അതല്ലേ ഇപ്പൊ സംഗതി മൂപ്പര്
അത് ഞാൻ നോക്കാം, ഞങ്ങള് നോക്കാട്ടാ. അത് കുഴപ്പമില്ല, നിങ്ങള് പോയി കിടന്നോളി. ഒരു പ്രശ്നമില്ല. അത് നമ്മള് ആളെപ്പെടാൻ പറ്റൂലേ. ഏയ് നാളെ പൂവല്ലേ വെച്ചിട്ട് എല്ലായിടത്തും ആർട്ടിസ്റ്റ് അടിക്കാതിരുന്നുണ്ടാവോ? ഒന്നും പറയാൻ പറ്റില്ല, ആളിതാണല്ലോ. ഈ നമുക്ക് എന്താ ഒന്ന് പോയി നോക്കണോ? എന്ത് ജാതി ഇപ്പൊ ഒരു കറക്റ്റ് സമയം പറഞ്ഞ ആ സമയത്തിനോട് വന്നാ മതി. ആ കഴുതാക്കി അല്ല പറഞ്ഞാല് ചിലപ്പോ എന്തിനും മേടിക്കാൻ നിൽക്കുക. കുഞ്ഞിപ്പോ പറയാൻ പറ്റില്ല. വല്ല കൂട്ടുകാരായിട്ട് ഇവിടെ കണ്ട് വല്ല നാളെ പോവണ്ട ആളാണ്. ഇതൊന്ന് പോയി നോക്ക്. ഇതിപ്പോ അതൊന്നും നോക്കണ്ട, നമ്മുടെ ഇത് ശരിയാക്ക. മല്ലികേ ആ ഫോൺ എങ്ങനെ എടുക്ക്. ഏയ് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ എന്തിനും മേടിക്കാൻ നിൽക്കാവും. ഞാൻ ആ കട വരെയൊക്കെ ഒന്ന് പോയി ഓട്ടെ. എന്തിനു കരയണത്? അല്ല ഇപ്പൊ നാളെ പോവല്ലേ, പിന്നെ ഇപ്പൊ അതിന്റെ ഒരു ഇടങ്ങറൊക്കെ ഉണ്ടാവും. അത് ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കൂട്ടിക്കൊണ്ടോട്ടെ. ഞാൻ എവിടെയെങ്കിലും വെള്ളടിച്ച് കൂടണ്ട. ഞാനെടോ എന്തെങ്കിലും ഒരു ലേശം കഴിച്ചിട്ട് അത് കിടക്കാന്ന് വിചാരിച്ചാന്ന്. അല്ലേ ഇത് നമ്മുടെ കാര്യം തന്നെയല്ലേ.